ഇല്ല, ഇതിനകത്ത് ഇതൊന്നും വ്യക്തിപരമായ ആവശ്യമൊന്നുമല്ല. ഈ നാട്ടിൽ പുതുപ്പള്ളിയിൽ ഇവിടുത്തെ സാധാരണക്കാരനോട് നിങ്ങൾ ഇറങ്ങി ചോദിക്കും. ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാള് അദ്ദേഹം ശ്രമിച്ച് അദ്ദേഹത്തിന്റെ ശ്രമഫലമായി കൊണ്ടുവന്ന അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ഒരു കമ്മ്യൂണിറ്റി ഹാൾ. ആ കമ്മ്യൂണിറ്റി ഹാളിന് ഞങ്ങളാരും ഒന്നും പേരിട്ടിട്ടില്ല. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും അത് MLA ആയിരുന്നപ്പോഴും പേരിട്ടിട്ടില്ല. ഇന്ന് അതിന്റെ റെനോവേഷൻ നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടുത്തെ ജനങ്ങളുടെ വികാരം എന്തായിരിക്കും? അവര് വെയിറ്റ് അല്ലേ? പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി MLA ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മന്റെ ഓഫീസിന് മുന്നിലാണ്. ഇവിടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ UDFന്റെ മെമ്പർമാരെല്ലാം ഇവിടെ നിന്ന് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതെന്താ കാര്യം നമുക്കറിയാം. പുതുപ്പള്ളി ഒരു പുതിയ വിവാദം ഉയർന്നു വന്നിട്ടുണ്ട് കമ്മ്യൂണിറ്റി ഹാളിന്റെ നാമകരണവുമായിട്ട് ബന്ധപ്പെട്ട്. അതിന്റെ കാര്യങ്ങളാണെന്ന് തോന്നുന്നു. നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. ഇന്ന് കോട്ടയം നഗരസഭയിൽ അംഗനവാടി ഹെൽപ്പർ സെലക്ഷൻ ലിസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂ പങ്കെടുത്തു. അവരിൽ ശ്രമിക്കുകയാണ് അങ്ങോട്ട് വരാൻ. അപ്പം ഒന്ന് സഹായിക്കണം അവരെ. ഒന്ന് കാണും. 30-ാം തീയതി മാഡത്തിനൊന്ന് ഈ ഒരു മീറ്റിംഗാണ്. സെലക്ഷൻ ലിസ്റ്റിൽ 44 കാർത്തിക കേസ് രജിസ്റ്റർ നമ്പർ 143 ഒന്ന് കാണും. പഞ്ചായത്ത് ഇത്രയും ആസ്തി ഇല്ല. ഒരു കമ്മ്യൂണിറ്റി ഹാള് പണിയാനുള്ള ആസ്തി പഞ്ചായത്ത് ഫണ്ടിൽ നിന്നില്ല. MLA എവിടെ നിന്ന് വന്ന് കൊണ്ടുവന്നോണ്ടാണ്? MLA ഫണ്ടോ MLA ഗ്രാൻഡോ സർക്കാർ MLAയുടെ ശ്രമഫലമായിട്ടാണ്. ഉത്തരവാദി കസ്റ്റോഡിയനാണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളിന്റെ നാമകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് പുതുപ്പള്ളിയിലെ UDFന്റെ മെമ്പർമാരെല്ലാം പുതുപ്പള്ളിയിലെ ബഹുമാനപ്പെട്ട MLA ചാണ്ടി ഉമ്മന്റെ ഓഫീസിൽ ഒത്തുകൂടിയത്. പുതുപ്പള്ളിയിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെല്ലാം നിലവിലെ സാഹചര്യങ്ങളെല്ലാം MLAയുമായിട്ട് ചർച്ച ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മീറ്റിംഗ് കൂടുകയും അവിടെ വെച്ച് പുതുപ്പള്ളി MLA അതുപോലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ നാമകരണം കമ്മ്യൂണിറ്റി ഹാളിൽ ഇടണമെന്ന് UDFിലെ മെമ്പർമാർ ആവശ്യപ്പെടുകയും എന്നാൽ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് EMS സ്മാരക കമ്മ്യൂണിറ്റി ഹാൾ എന്ന നാമകരണ നിർദ്ദേശവുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അതേ തുടർന്ന് അതിനെതിരായിട്ട് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഉപരോധിക്കാൻ വേണ്ടി പുതുപ്പള്ളി യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കുകയും എന്നാൽ ചാണ്ടി ഉമ്മൻ ബഹുമാനപ്പെട്ട MLAയുടെ നിർദ്ദേശപ്രകാരം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ച് ഒരു ഉറപ്പ് കൊടുത്തതിൻ്റെ പ്രകാരമാണ് അന്നത്തെ സമരം പിൻവലിച്ചത്. എന്നാൽ വീണ്ടും പുതുപ്പള്ളിയിൽ വീണ്ടും പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പുതുപ്പള്ളി യൂത്ത് കോൺഗ്രസിൻ്റെ തീരുമാനം. മണ്ഡലം പ്രസിഡന്റ് സാം കെ വർക്കി നാളെ രാവിലെ പുതുപ്പള്ളി കവലയിൽ ഉപവാസം ഇരിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ അതേ നിലപാട് തന്നെയാണ് ചർച്ചയിൽ ബഹുമാനപ്പെട്ട MLA ചാണ്ടി ഉമ്മൻ പറയുന്നത്. കാരണം ഉമ്മൻചാണ്ടി സാറുമായിട്ട് ഒരു വിവാദത്തിനോ ഒരു പ്രശ്നത്തിനോ ഒന്നും അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 9 മെമ്പർമാരുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് EMS സ്മാരക കമ്മ്യൂണിറ്റി ഹാൾ എന്ന നാമകരണ നിർദ്ദേശവുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നത്. വഴിയിലോട്ട്
വണ്ടി അതിലേ പോകും. വീണ്ടും ആൾക്കാർ വഴി തന്നെ വിപരീതമായിട്ട് നമ്മളതിന് നമുക്ക് എല്ലാവരും വന്നു കഴിഞ്ഞു. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാളിന് ഉമ്മൻചാണ്ടി സ്മാരക കമ്മ്യൂണിറ്റി ഹാൾ എന്ന നാമനിർദ്ദേശം ചെയ്യണമെന്നാണ് പുതുപ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആവശ്യം ഉയർന്നു വരുന്നത്. ഇതിൽ പ്രതിഷേധ സൂചകമായി നാളെ രാവിലെ 9 മുതൽ വൈകിട്ട് 7 വരെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാങ്കേവർക്കി പുതുപ്പള്ളിക്കവലയിൽ ഉപവസിക്കും. ഉപവാസ സമ്മേളനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തിച്ചേരും. മരുന്നിനുള്ള സാഹചര്യം മരുന്ന് ഞാൻ മനസ്സിലാക്കി കൊടുത്തതാണ്. അത് ഉമ്മൻചാണ്ടിയുടെ പേരിൽ വേണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷെ അതിന് സാധിക്കുന്നില്ല. എന്താണ് സംഭവിച്ചത്? ഇല്ല, ഇതിനകത്ത് ഇതൊന്നും വ്യക്തിപരമായ ആവശ്യമൊന്നുമല്ല. ഈ നാട്ടിൽ പുതുപ്പള്ളിയിൽ ഇവിടുത്തെ സാധാരണക്കാരനോട് നിങ്ങൾ ഇറങ്ങി ചോദിക്കും. ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാള് അദ്ദേഹം ശ്രമിച്ച് അദ്ദേഹത്തിന്റെ ശ്രമഫലമായി കൊണ്ടുവന്ന അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ഒരു കമ്മ്യൂണിറ്റി ഹാൾ. ആ കമ്മ്യൂണിറ്റി ഹാളിന് ഞങ്ങളാരും ഒന്നും പേരിട്ടിട്ടില്ല. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും അത് MLA ആയപ്പോഴും പേരിട്ടിട്ടില്ല. ഇന്ന് അതിന്റെ റെനോവേഷൻ നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടുത്തെ ജനങ്ങളുടെ വികാരം എന്തായിരിക്കും? ആരുടെ പേരുണ്ടെന്നായിരിക്കും? ഞാനൊന്നും പറയണ്ട. ജനവികാരം അനുസരിച്ച് പേരിട്ടു. ഇപ്പം ഒരു മുഖ്യമന്ത്രിയുടെ പേരിടണമെന്നാണെങ്കിൽ പുതുപ്പള്ളിയിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. 53 വർഷം ഇവിടെ MLA ആയിരുന്ന ഒരാളുണ്ടായിരുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന MLA-മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെ പേരുണ്ടെങ്കിൽ രാഷ്ട്രീയം നോക്കാതെ തീരുമാനിച്ചാൽ അദ്ദേഹത്തിന്റെ പേരാണ് സ്വാഭാവികമായിട്ട് ആരും പറയുക. പക്ഷെ EMSന്റെ പേരിടാനാണ് ഇപ്പോഴത്തെ പഞ്ചായത്ത് സമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള പ്രശ്നം വെച്ചാൽ ഇവിടെ ഉള്ളവർക്ക് പലർക്കും അതിന് പാർട്ടിയൊന്നുമില്ല. എല്ലാ പാർട്ടിയിൽപ്പെട്ടവരുമുണ്ട്, ഇടതുപക്ഷക്കാരുൾപ്പെടെയുണ്ട്. അവർ ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ, നല്ല വ്യക്തിയാണ്, മികച്ച മുഖ്യമന്ത്രിയായിരുന്നു, മഹാനായ മനുഷ്യനായിരുന്നു, തൻ്റെ ജീവിതം ലാളിത്യം കൊണ്ട് ജീവിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു EMS എന്നുള്ള കാര്യം സംശയമില്ല. പക്ഷെ പുതുപ്പള്ളിയുമായിട്ടുള്ളൊരു കണക്ഷൻ ഞങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി ഹാളിന് വരുന്നില്ല. വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ പോലും ഇത്രയും പിടിവാശി നമ്മൾ ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ വിഴിഞ്ഞം പോർട്ടിന് പേരുണ്ടെന്നിപ്പോൾ ഞാൻ പറഞ്ഞെന്താണ്, എനിക്ക് നിർബന്ധമില്ല. കാരണം ജനത്തിന്റെ മനസ്സിൽ ഉമ്മൻചാണ്ടിയുടെ പേരാണ് വിഴിഞ്ഞത്തിലിട്ടിരിക്കുന്നത്, ആരുടെയും പേരിടേണ്ട കാര്യമില്ല. പക്ഷേ പുതുപ്പള്ളി അദ്ദേഹത്തിന്റെ എന്താ പറയുക, കർമ്മഭൂമിയും ജന്മഭൂമിയും അദ്ദേഹം ജീവിച്ച് ഇവിടെ തന്നെയാണ് അദ്ദേഹം കബറടങ്ങിയിരിക്കുന്നത്. ഇന്നും ആ പള്ളിയിൽ ചെന്നാൽ ആളുകൾ വരികയാണ്. ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങോട്ട് ദിവസവും ഒഴുകിക്കൊണ്ടിരിക്കുക. അത് കേരളം മുഴുവൻ തങ്ങളുടെ മനസ്സിൽ ഒരു എന്താ പറയുക സ്നേഹമായി സൂക്ഷിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ പേരിടാൻ ഇത്രയും ബുദ്ധിമുട്ട് വേണോ എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ സംശയം. അപ്പം ഞാൻ അതിനകത്ത് വലിയ ആവശ്യമൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരാ നിൽക്കുന്നതല്ല, അവര് ഈ കാര്യം ചർച്ചയ്ക്ക് വന്നപ്പോൾ എതിർത്തു. എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും എതിർത്തു. പക്ഷെ അവർക്കൊരു ഭൂരിപക്ഷമുണ്ട്, സാങ്കേതികമായ ഭൂരിപക്ഷം. 9-9 തുല്യമായി വന്നു. കാസ്റ്റിംഗ് വോട്ടിലാണ്. അപ്പോൾ സാങ്കേതികത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷം പോലും ഇല്ലാത്തൊരു പഞ്ചായത്തെടുത്ത തീരുമാനം, അതിന് ഒരു വാല്യൂ ഞങ്ങൾ കൊടുക്കുന്നില്ല. സർക്കാരിനോട് ഇതിന്റെ കാര്യം വല്ലതും ചർച്ച ചെയ്തിരുന്നു? പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചത്. അപ്പം ഞങ്ങൾ ഇതിനു വേണ്ടി ഒരു സമരം ആലോചന യോഗം കൂടിയ ദിവസമാണ്. അദ്ദേഹം മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന് ഉറപ്പ് കൊടുത്തു ഉചിതമായ തീരുമാനമെടുക്കും. ഇപ്പോഴും സമയമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉചിതമായ തീരുമാനമെടുക്കും അദ്ദേഹം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ, പുതുപ്പള്ളിയിലെ ജനങ്ങളുടെ പ്രതീക്ഷ. പക്ഷെ ഇതിനകത്ത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരിക്കും? എന്റെ പിതാവിന്റെ നിലപാട് എന്തായിരുന്നേനെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു? ഒരു സംഘർഷം അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊരു സംഘർഷത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിനെ കല്ലെറിഞ്ഞപ്പോൾ അദ്ദേഹം ഹർത്താൽ പോലും ആഹ്വാനം ചെയ്തില്ല. ഇവിടെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു ഹർത്താൽ ആഹ്വാനം ചെയ്യണം ആ ദിവസം 24-ന്. പക്ഷേ ഞാൻ ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നില്ല. കാരണം
അന്നൊരു സമരം പോലും 24 സമരം പോലും ഇവിടെ കാണില്ല. കാരണം അദ്ദേഹം അങ്ങനെ ആഗ്രഹിക്കില്ല. എൻ്റെ പിതാവ് അങ്ങനെ ഒരിക്കലും ചിന്തിക്കത്ത് പോലുമില്ല. ഇവിടെ ഒരു സമരം പോലും ഉണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം വിലക്കിയേനെ. പക്ഷേ ഇതൊരു രാഷ്ട്രീയമായ തീരുമാനമുണ്ടോ, സമരം കാണും, അതിനെതിരെ പ്രതിഷേധം കാണും, പക്ഷെ സംഘർഷം കാണില്ല. പുതുപ്പള്ളിയിൽ എൻ്റെ പിതാവിൻ്റെ പേരിൽ ഒരു സംഘർഷം ഉണ്ടാകാൻ പാടില്ല. ആരുടെ പേരിട്ടാലും കുഴപ്പമില്ല. ഈ നാടിനും നാട്ടിലെ ആൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന ഒന്നും കോൺഗ്രസ് പാർട്ടിയുടെ സൈഡിൽ നിന്നുണ്ടാവില്ല, ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഉണ്ടാവത്തില്ല. അത് ഞങ്ങളുടെ പ്രത്യേകമായ നിഷ്കർഷയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സംഘർഷം ഞങ്ങൾ ആരും ആഗ്രഹിക്കത്തില്ല, കാരണം അദ്ദേഹവും ആഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സംഘർഷത്തിലേക്ക് പോകത്തില്ല. പക്ഷെ ഗാന്ധിയൻ മാതൃകയിൽ ഒരു സമരം ഇവിടെ ഉണ്ടാകും. അത് ഉപവാസ സമരം എന്നുള്ളതാണ് ആലോചിച്ചിരിക്കുന്നത്. 23-ാം തീയതി മാത്രമാണ് ഇപ്പോൾ ആലോചിച്ച് വെച്ചിരിക്കുന്നത്. ബാക്കി പിന്നീട് തീരുമാനിക്കുക. ഇവരുടെ എന്താണ് സംഭവിച്ചത്? കാത്തിങ്ങോട്ടായിരുന്നു. അതെ, കാശിങ്ങോട്ടായിരുന്നു. പഞ്ചായത്തിൽ ഇത് വന്നപ്പോൾ നമ്മൾ അതിനു മുമ്പ് ഒരു പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇങ്ങനൊരു അവസരം വന്നപ്പോൾ ഈ 50 വർഷം പുതുപ്പള്ളിയിലെ MLA ആയിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ പേര് ഇടണം എന്നുള്ളൊരു ആവശ്യം നമ്മൾ വെച്ചിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ഈ ഭരണവർഷം മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന ശ്രീ MJ സുകുമാരൻ്റെ പേരിടണമെന്നുള്ളൊരു നിർദ്ദേശം വന്നു. അതൊരു തന്ത്രമായിരുന്നു. 2 പേര് വന്നപ്പോൾ എന്നാൽ പിന്നെ ഒരു തർക്കം വേണ്ട, ഒന്നും വേണ്ട, ഒരു പേരും വേണ്ട, പുതുപ്പള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റികൾ എന്ന് പണ്ട് കിടന്ന പോലെ തന്നെ മതി എന്നത് നമ്മളും അത് അംഗീകരിച്ചു. അതിനുശേഷമാണ് അവർ ഇത്തരത്തിൽ പുതിയൊരു പേരുമായിട്ട് വേറൊരു കമ്മിറ്റി വന്നു. ഭരണസമിതിയാണല്ലോ അജണ്ട തീരുമാനിക്കുന്നതും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ ഓട്ടോമാറ്റിക്കായിട്ട് അത് മാത്രമായിട്ട് കൊണ്ടുവന്നു, അതൊക്കെ പാസ്സാക്കി. പ്രതിപക്ഷവും ഭരണപക്ഷവും 9 പേര് വീതം, 7 പേര് കോൺഗ്രസ്, 2 പേര് BJP, 9 പേര് ഭരണപക്ഷം. അപ്പോൾ ഇതിനകത്ത് ഈ 9 പേര് പ്രതിപക്ഷം ടോട്ടലി ഇതിന് എതിരായിട്ട് വന്നപ്പോൾ പ്രസിഡന്റിന്റെ കാസ്റ്റിംഗ് വോട്ട് കൂടി ഇവരിത് പാസ്സാക്കി. വലിയ പ്രതിഷേധമുണ്ട്. നമ്മൾ അന്ന് തന്നെ പ്രതിഷേധം വിയോജനക്കുറിപ്പ് എഴുതി കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്തു. പാസ്സാക്കി വളരെ മോശമായിപ്പോയി. കാരണം 50 വർഷം പുതുപ്പള്ളിയുടെ MLA ആയിരുന്ന 53 വർഷം പുതുപ്പള്ളിയുടെ MLA ആയിരുന്ന ഈ ഒരു പദ്ധതി ഈ ഒരു കമ്മ്യൂണിറ്റികൾ പുതുപ്പള്ളിയിൽ ആവശ്യപ്പെട്ട് കൊണ്ടുവന്ന അദ്ദേഹമാണ്. ഒരു MLA ആവശ്യപ്പെടാതെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലൊരു സംവിധാനം നടക്കുകയില്ല. ഏത് ഗവൺമെന്റ് ഫണ്ട് കൊടുത്തെന്ന് പറഞ്ഞാലും MLA ആവശ്യപ്പെട്ട് പുതുപ്പള്ളി കൊണ്ടുവന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അത് ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം തന്നെ. 83 അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അതെല്ലാം മറന്നിട്ടാണ് ഇപ്പോൾ ഈ പുതിയ പേരുമായിട്ട് വരുന്നത്. ഇപ്പം ഈ 4 വർഷമായിട്ട് പുതുപ്പള്ളി പഞ്ചായത്ത് ഭരിക്കുന്ന LDF ആണ്. ഈ 4 വർഷം കൊണ്ട് എന്തൊക്കെ ഉദ്ഘാടനം ചെയ്ത് എന്തൊക്കെയാവുന്നു തുടങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്നും തിരക്കി. പഞ്ചായത്തിൻ്റെ വഴികൾ പൂർണ്ണമായി തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുക. 4 വർഷം മുമ്പ് പുതുപ്പള്ളി നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ ഉമ്മൻചാണ്ടി സാറ് കൊടുത്ത 1 കോടി രൂപ വെച്ച് പണിത മിനി സിവിൽ സ്റ്റേഷൻ കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാനം പണി നിർത്തിവെച്ച് ഇവരെ ഏൽപ്പിച്ച ഈ 4 വർഷമായിട്ട് ഒരു കല്ല് അതിൻ്റെ മുകളിലെടുത്ത് വെക്കാൻ അവർക്ക് പറ്റി. അതിൻ്റെ കോൺക്രീറ്റ് ഒക്കെ അതുപോലെ കമ്പിയൊക്കെ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള പരിശോധിക്കാൻ അയച്ചിരിക്കുക. കൊട്ടിക്കൊഴിച്ച് പല പല പദ്ധതികളുമുണ്ട്. അവിടെ വെണ്ണിമലയിൽ ഒരു ടർഫ് വരുമെന്ന് പറഞ്ഞു. അതുപോലെ ഫുഡ് കോർട്ട് എന്നുള്ളതല്ല, വനിതാ സംരംഭം, വനിതകൾക്ക് ധാരാളം പേർക്ക് ജോലി കൊടുക്കാനുള്ള സംഭവം വരുമെന്ന് പറഞ്ഞു. നാളെ ഒരു വഴിയോര വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. കൈതപ്പാലത്ത് ഒരു വഴിയോര വിശ്രമ കേന്ദ്രം ഉണ്ടാക്കി, അത് ഇപ്പം കേസിലായിരിക്കുകയാണ്. വെണ്ണിമലയിലെ വനിതാ വ്യവസായ സംരംഭത്തിന് വേണ്ടി അവിടുത്തെ റബ്ബറും എല്ലാം വെട്ടി കോൺട്രാക്ടർക്ക് പണി കൊടുത്തു. പുള്ളി കുറേ പണി ചെയ്യുകയും ചെയ്തു. ആ കോൺട്രാക്ടർ ഇപ്പം പഞ്ചായത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുക. കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാനം പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിലെ കെട്ടിടം പൊളിക്കാനും ഇപ്പോൾ ഉള്ള ഈ കമ്മ്യൂണിറ്റികളിലായിട്ട് അങ്ങോട്ട് പോകുന്ന ബങ്കുകൾ പൊളിക്കാനും എല്ലാം അനുമതി മേടിച്ച് ആ അവസാനമായപ്പോഴത്തേക്കാണ് ഇവർ കയറുന്നത്. ഈ പൊളിച്ചു എന്നല്ലാതെ പുതിയൊരു നിർമ്മാണം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രമാത്രം തകർന്ന ഒരു പഞ്ചായത്തിലെ പദ്ധതികളെല്ലാം തന്നെ വെട്ടിക്കുറച്ചു. ഇപ്പോൾ ഈ പുതിയ നോക്കിയോ, പഞ്ചായത്തിൻ്റെ കരുതൽ ധനം പോലും എടുത്ത് ചിലവാക്കാൻ പോവുക. ഒന്നുമില്ല, 0 അവസ്ഥയിലേക്ക് പുതുപ്പള്ളി പഞ്ചായത്ത് മാറി.
അതുപോലെ ഈ പ്രിയപ്പെട്ട ചാണ്ടിയുമ്മൻ MLA ആദ്യമായിട്ട് MLA ആയി വന്നതിന് ശേഷം പഞ്ചായത്തിൻ്റെ വാക്കുകളുടെ ആ വഴി അടിയന്തരമായിട്ട് നിർമ്മിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തന്നെ ആ ഒരു കമ്മിറ്റി പറയുകയും എന്നാൽ MLAയോട് ആ കാര്യം പറയാമെന്ന് പറഞ്ഞു സംസാരിച്ചു. പഞ്ചായത്ത് എഞ്ചിനീയറെ കൊണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തു. 30 ലക്ഷം രൂപ അതിന് ചിലവാകുമെന്ന് പറഞ്ഞു. അത് ബഹുമാനപ്പെട്ട MLAയോട് പറയുകയും അദ്ദേഹം അപ്പോൾ തന്നെ അതിന് തയ്യാറായി അദ്ദേഹം പഞ്ചായത്തിലേക്ക് വരികയും ചെയ്തു. ഈ വിവരം പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും നേരിട്ട് വിളിച്ച് പറഞ്ഞാണ് ഒരു കുഴപ്പമില്ല വന്നോട്ട് നമുക്ക് ആവശ്യമുള്ളതല്ലേ എന്ന് പറഞ്ഞു അങ്ങോട്ട് വന്നു. വന്നപ്പോൾ തികച്ചും രാഷ്ട്രീയം കളിച്ചുകൊണ്ട് അവരവിടെ നിന്ന് മാറി. അദ്ദേഹത്തിന് ഫണ്ട് വേണ്ട. ഇപ്പം ആ റോഡ് കിടക്കുന്ന അവസ്ഥ കണ്ടില്ലേ? ഇതെല്ലാം പുതുപ്പള്ളിയിലെ സാധാരണക്കാരൻ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിക്കൂട്ട് ഉദ്ഘാടനം നടത്തി എന്തോ ചെയ്തെന്ന് കാണിക്കാനുള്ള പരിപാടിയാണ്. അത് തികച്ചും പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ അവഹേളിക്കാൻ വേണ്ടി തന്നെയാണ്, തികച്ചും രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി മാത്രമായി ഇവർ മാറിയിരിക്കുക. ഓക്കെ.